ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് അവലൊന്ന് കുതിർത്തെടുക്കണം. ഞാൻ ഒരു പിടി അവലാണ് എടുത്തേക്കുന്നത്, വെളുത്ത അവലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴുകിയ ശേഷം ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. കഴുകിയ ശേഷം വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇത് ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുതിർന്ന് വരാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. കഴുകി എടുത്തിട്ട് അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു നനവ് കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിരുന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. ഞാൻ 1 ഗ്ലാസ് പച്ചരി, അതായത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ വലിയ ഗ്ലാസ്സില്ലേ, അതിന് 1 ഗ്ലാസ് പച്ചരി ഒന്ന് കഴുകിയ ശേഷം ഒന്ന് കുതിരാനായിട്ടൊരു 3 മണിക്കൂർ വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ അവലൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അവലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് നമ്മുടെ അരിയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ കടുക് താളിച്ചത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇതുണ്ടാക്കി എടുക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആ കടുക് താളിച്ച ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ആ മാവിരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ കടുക് താളിക്കുന്ന നേരം കൊണ്ട് തന്നെ മാവ് കുറച്ചുകൂടി ഒന്ന് കുറുകിയതായി ഈ ഒരു രീതിയിലായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ചേർക്കാതെ നമുക്ക് ചെയ്യാം. ഒരു 1-2 മണിക്കൂർ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മാത്രം മതി. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് റെഡിയാക്കുന്നത് കൊണ്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം, ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. അപ്പം നമുക്കിത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാണ് ഇതെല്ലാം ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി അളവിലോ ഒരു 1/4 അളവിലോ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിൽ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഇഡലിത്തട്ടിൽ ഇഡലി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നമ്മുടെ ഈ പലഹാരം ഒന്ന് വെന്ത് വരുമ്പം കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇത് സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമ്മൾ നേരെ തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് വെക്കുമ്പോഴേ ചരിഞ്ഞിരിക്കും, നമ്മുടെ മാവ് ഒരു സൈഡിലോട്ട് പോകും കേട്ടോ. അന്നേരം ഈ പലഹാരം ലെവലായിട്ട് കിട്ടത്തില്ല. ഇനി ഈ പ്ലേറ്റ് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ശേഷം ഞാൻ അവിടെ കുറച്ച് മുളക് പൊടി താണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടി, ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ മല്ലിയിലയും മുളക് പൊടിയും കൂടെ ചേർന്ന് വരുമ്പോഴേ വെന്ത് വരുമ്പോൾ നല്ലൊരു കളറായിരിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണാൻ കേട്ടോ. അതിനുവേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലോട്ട് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് സൈഡൊക്കെ വിട്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടില്ലേ, ഹോൾസൊക്കെ വീണ് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം അടുപ്പത്ത് വെച്ച നേരത്തെ ബാക്കി മാവുള്ളത് വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അതും ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമത് റെഡിയാക്കിയത് എന്താണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കേക്ക് ടിന്നിലാണ് റെഡിയാക്കിയേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇത് കഴിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചട്നി ഉണ്ടെങ്കിൽ ഏത് ചട്നി ആയാലും കുഴപ്പമില്ല, ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു തക്കാളി ചട്നിയാണ് തയ്യാറാക്കിയേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണ്. മീഡിയം സൈസിലുള്ള 2 സവാളയും ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് തണുക്കുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല സൂപ്പർ ചട്നിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് ഈ ചട്നി കൂട്ടി കഴിക്കാൻ. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.